അങ്ങനെ ഗൈസ് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസനഗുഡിയിലോട്ടാണ്. എല്ലാവരും കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പേ ഏറ്റവും കൂടുതൽ വൈറലായ സംഭവമാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര എന്നുള്ളത്. അപ്പോൾ തുടങ്ങിയ പറച്ചിലാണ് എല്ലാവരും, എനിക്ക് മസനഗുഡിക്ക് പോണക്ക. ഞാനൊക്കെ മസനഗുഡി ഊട്ടി വഴി ഇടക്കിടക്ക് പോണ ആളാണ്. നമുക്കതൊരു പുതുമയല്ല, അപ്പോൾ കാണാത്തവർക്ക് അതൊരു പുതുമയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ന് പ്രാവശ്യം മസനഗുഡിയിൽ എന്തൊക്കെയുള്ളത്, മസനഗുഡി റൂട്ട് എങ്ങനെയാണ്, സംഭവം കയറിയപ്പോൾ തന്നെ നോക്കിയൊക്കെ നല്ല വിഷുവായിട്ടാണ് തോന്നുന്നത്. കൊന്നയൊക്കെ നല്ലോണം പൂത്തുണ്ട്. ഈ മഞ്ഞ കളർ കാണുന്നൊക്കെ കൊന്നയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നല്ല വൃത്തിക്കുള്ള റോഡും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹമ്പ് വരുന്നുണ്ട് കണ്ടോ. അത് മാത്രം ഒരു പ്രശ്നമുള്ളൂ. അത് നമ്മൾ മെല്ലെ നിർത്തിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പണി കിട്ടും. കാരണം നമ്മൾ അത്രയും മെല്ലെ കേട്ടോ ഡ്രൈവ് ചെയ്ത് പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. പക്ഷെ ഡോക്ടർ റെസ്റ്റ് ഒന്നും പറയാത്തതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ യാത്ര ചെറുതായിട്ട് കുറേ ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലും മൈൻഡൊക്കെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡോക്ടർ നിർത്തി പോകും. അങ്ങനെ തന്നെ നമ്മൾ യാത്ര ചെയ്യണതും. കാരണം നമ്മൾ ഒരു കുഴപ്പം ഇല്ലാത്ത രീതിക്ക് അവിടെ ഞാൻ ചോദിക്കും ഇരുന്നിട്ട് ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിർത്തി കുറച്ച് നേരം ഇരുന്ന് മോക്കൊക്കെ കഴുകി ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര. അങ്ങനെ നല്ല റോഡാകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ കൊടൈക്കനാലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള റോഡുകളാണ്. ഭയങ്കര കല്ലും മുട്ടിയൊക്കെ ആയിട്ട് കയറി പോകുന്നത്. അതൊന്നുമില്ല. ഇത് നല്ല കാട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ റൂട്ടിലൂടെ വരുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ, ആനകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇപ്രാവശ്യം നല്ല ചൂട് കാരണം തോന്നുന്നുണ്ട് ഒരു മാൻകുട്ടിനെ പോലും കാണാനില്ല. അല്ലെങ്കിൽ മാനുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന റൂട്ടാണ്. എന്തായാലും വൈകുന്നേരത്തെ എന്തായാലും നമുക്ക് ആനയെ കാണാം നൈറ്റ് അല്ലേ. അപ്പം ഇനി നമുക്ക് മസനഗുഡിയിലെ വിശേഷങ്ങൾ കാണാൻ പറ്റും. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തോളി. യാത്രകൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ആളുകൾക്ക് നമ്മുടെ മൊബൈലിലൂടെ നമ്മളെ മസനഗുഡി കാണിച്ചു തരുന്നതാവും. പിന്നെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും പോകാൻ പറ്റാത്ത സാഹചര്യമുള്ളവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ യാത്രകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ അതാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതായത് യാത്രകൾ എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് എപ്പോഴും ഫ്രീ ആക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡൊക്കെ കംപ്ലീറ്റ് ഔട്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലും വരാന്തിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പറ്റ ഔട്ടാണ്. ഞാനൊന്ന് എൻ്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വരിഞ്ഞ് കല്യാണ തിരക്കും കാര്യങ്ങളും അതിനേറെ ടെൻഷനൊക്കെ വരാൻ വരുന്ന ദിവസങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പെരുന്നാളല്ലേ, ഏതായാലും ഒരു ഹാപ്പി അല്ലേ, ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാൻ ഇറങ്ങി ഗൈസ്. അപ്പം എന്തായാലും റോഡ് ഒരു രക്ഷയില്ല. നമുക്കിതെന്താ വെച്ചാൽ പ്രകൃതി ആസ്വദിക്കണമെങ്കിൽ ഇത് അങ്ങനെ ഇരുന്ന് ആസ്വദിക്കാം. അധികം വണ്ടികളൊന്നും ഇല്ല, വരുമ്പോൾ നല്ല ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഒക്കെ KL വണ്ടികളാട്ടോ പോകുന്നത്. KL പറഞ്ഞു കഴിഞ്ഞാൽ കേരള വണ്ടികൾ, HR എന്ന് പറഞ്ഞാൽ ഹരിയാന, TN എന്ന് പറഞ്ഞാൽ തമിഴ്നാട്, AP എന്ന് പറഞ്ഞാൽ എന്താ ആന്ധ്രാപ്രദേശോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നല്ല കേസ് നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ ഗൈസ് നല്ല ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇതൊക്കെ നല്ല റോഡ് കയറി പോവട്ടെ. ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് ഇറങ്ങി എന്താണ് നല്ല സ്ഥലം കണ്ടപ്പോൾ. ഇവ ഒന്നും പറയാനില്ല, പൂക്കൾ കളറാക്കിയില്ലേ. മാഷാ അല്ലാ, നല്ല അതിൻ്റെ ഇടയിൽ കൂടെ പൂ ഇങ്ങനെ വീഴുന്നുണ്ട്. ഇടയിൽ ഇങ്ങനെ ഒരു അരുവി പോകുന്നുണ്ട്. നല്ല വൃത്തിയുള്ള റോഡുണ്ട്. എന്തായാലും പൊളി, നല്ലൊരു വൈബ്, പ്രകൃതി ആസ്വദിക്കാം അല്ലേ. വേനൽക്കാലമായിട്ടാ തോന്നുന്നുണ്ട്. മരത്തുമ്പോൾ ഒന്നും ഒരു ഇല കാണാനില്ല കേട്ടോ അല്ലേ. പക്ഷെ നല്ല തിരക്കുണ്ട് എന്ത് പറഞ്ഞാലും. അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. എത്ര കിലോമീറ്ററാണെന്ന് അറിയില്ല, അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ബോറടിക്കുന്നില്ല. ഡ്രൈവ് ചെയ്യാനും നല്ല സുഖമുണ്ട്. നല്ല റോഡാണ്, ഒരു ക്ഷീണോ അല്ലെങ്കിൽ മാനും ഇന്ന് മെയിനൊക്കെ നോക്കണേ ഞാൻ കാണിച്ചുതരാം. നമ്മളെ നാട്ടിലെ ആടിന് മേയാ മുട്ടമാരിയാണോ മാന് ഇവിടെ നിന്ന് മെയിന്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ ഊട്ടി എത്തി അല്ലേ, കൊച്ചി എത്തി എന്ന് പറയുന്ന മാതിരി നമ്മളങ്ങനെ ഊട്ടി എത്തിയിട്ടുണ്ട് ഗൈസ്. വളരെ രസകരമായ ഒരു യാത്ര, നല്ല ഒരു അനുഭവം അല്ലേ.
നല്ല വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നു. ഞങ്ങൾ വെയിലാണെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുക, എ സിയിൽ തന്നെ കാറിലിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല വെയിലും ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലവണ്ണം കാറ്റ് വരാൻ മതിയാവും കേട്ടോ. എന്തായാലും നമുക്ക് പോണ വഴിക്ക് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് റൂമൊക്കെ സെറ്റാക്കി വൈകുന്നേരത്ത് വെയിലാറിയിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങൾക്ക് ഇറങ്ങാം അല്ലേ? നമുക്ക് ക്ഷീണം പോയിക്കൊന്നുമില്ലല്ലോ. എന്ത് നമുക്ക് എന്താ ക്ഷീണം വരാത്തത്? എനിക്ക് അത്യാവശ്യം ഞാൻ ക്ഷീണിച്ചിരിക്കണം കേട്ടോ. വണ്ടി ഓടിച്ച് ഞാൻ കൊയങ്ങിക്കണം. രാവിലെ 7 മണിക്കൊക്കെ ഇറങ്ങിയതാ. മെല്ലെ നിർത്തി പോരുകൊണ്ടാണ് ഇപ്പോൾ സമയം 2 മണി. എത്ര മണിക്കൂറായി നോക്കിയേക്കും. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു 5 മണിക്കൂർ കൊണ്ടൊക്കെ ഊട്ടി എത്താം. ഇതിപ്പോൾ 5-8 മണിക്കൂറായി. ഓക്കെ, എന്നാലും നമ്മൾ മെല്ലെ എല്ലാ സ്ഥലവും കണ്ട് എല്ലാവിടെയും സ്റ്റേ എന്നല്ല, എല്ലാവിടെയും ഒന്ന് നിർത്തി എല്ലാം കണ്ട് ഇങ്ങനെ മെല്ലെ പോരാണ്. നമ്മൾ ഓരോ ബിരിയാണി, ഓരോ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്തെങ്ങാണ്ട് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ റോസ് ഗാർഡനിലോട്ട് പോകാണ് കേട്ടോ. അപ്പം നമ്മൾ ഊട്ടിയിലുള്ളത്. നമ്മൾ ഊട്ടിയിൽ സ്റ്റേ ചെയ്തിട്ട് അങ്ങോട്ട് പോകണം വെച്ചിട്ടാണ്. അപ്പം ഞാനത് പ്ലാന് മാറ്റി. അപ്പോൾ നമ്മളെ പ്ലാനൊന്നും പക്കല്ല. പക്ഷെ ഞാൻ വിചാരിച്ച ഊട്ടി ഇതല്ല. ഓക്കെ കഴിച്ചത് അങ്ങനെയല്ല. ഞാൻ ഊട്ടിയിലേക്കൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതല്ല, റൂം ഒന്നാമത് ഫുള്ളാണ്. ഈ പെരുന്നാൾ കാരണം എപ്പോഴും നമുക്ക് റൂം കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾ നടന്ന് പിരാന്തായിട്ട് അവസാനം വേറൊരു സംഭവം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ വയനാട് റൂം എടുത്ത് റിസോർട്ട് എടുത്തിട്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ പോകണം. അപ്പോൾ വയനാട്ടിലേക്ക് ഇനി രാത്രി വന്നോടത്തേക്ക് തന്നെ നമ്മളിനി തിരിച്ചു പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ ഏതായാലും ഇത്രയും പെട്രോൾ അടിച്ചിട്ട് വന്ന സ്ഥിതിക്ക് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടാണ് നേരെ വയനാട്ടിലോട്ട് തിരിക്കണുള്ളൂ. അപ്പോൾ ഇന്നൊരു ഊട്ടി കാഴ്ചകളാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. കാണാത്തവർക്ക് റോസ് ഗാർഡനും എല്ലാ ഗാർഡനും കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ റോസ് ഗാർഡനാണെന്ന് പറഞ്ഞിട്ട് അല്ലേ. ടിക്കറ്റ് എത്ര? 80 റുപ്യ. രണ്ടാൾക്ക് 80 റുപ്യ കേട്ടോ. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത്. ഡ്രസ്സ് മാറാനുള്ള നേരം ഒന്നും കിട്ടിയില്ല. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. ഞാൻ ഇൻഷാ അല്ലാ നാളെ നമുക്ക് വയനാട്ടിൽ നിന്ന് ഇടാട്ടോ. നല്ല റോസ്, ജമന്തി, നമ്മൾ വിചാരിച്ച ഊട്ടി ഇതല്ല. ഇതൊക്കെ റോസ് ഗാർഡനിൽ വന്നിട്ട് റോസൊക്കെ മുളക്കണുള്ളൂ അല്ലേ? കീഴെ ഇരിക്കതാ ഏറ്റവും കീഴെ. ഏറ്റവും കീഴെ പോകണ്ടല്ലോ. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പണിയാവും. ഫോട്ടോ എടുക്കാം. നമ്മൾ ഫോട്ടോ ഷൂട്ടിലാണ്. ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഒരു വിധമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ പെരുന്നാൾ പ്രാവശ്യം ഊട്ടിയിൽ അല്ലേ, ഒരു പെരുന്നാൾ ട്രിപ്പ് ഇൻഷാ അല്ലാ നമുക്ക് കുട്ടിയൊക്കെ വന്നിട്ട് വേണം ഒന്ന് അക്കരയിലേക്ക് കയറാണ്ടില്ലേ. നമുക്ക് കടന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ ഒരു യാത്രക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇതിനി ലാസ്റ്റത്തെ സോളോ ട്രിപ്പ് ആവും. അതായത് ഇനി നമുക്ക് കൂട്ടത്തിൽ ഒരംഗം കൂടി കൂടാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ കുട്ടീനെ നോക്കലും അതിനാക്കലും പിന്നെ നമ്മളെ നോക്കലൊന്നും ഉണ്ടാവില്ല. ഓക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഞാൻ അടുത്ത എവിടെ പോണേ? നല്ല തണുപ്പാണ് കേട്ടോ. വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുപ്പുണ്ട്. ഞാൻ വരുമ്പോൾ കാറിൽ ചൂടുള്ളമല്ല, നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഊട്ടിയിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവാണ്. ഊട്ടി തന്നെ നമ്മൾ ഇന്ന് ഫുള്ള് കറങ്ങി നേരെ വയനാട്ടിലോട്ട് തന്നെ തിരിക്കും. അതൊക്കെ എന്താ വെച്ചാൽ വാങ്ങിക്കോ. അപ്പോൾ ചോക്ലേറ്റുകൾ വാങ്ങാൻ വേണ്ടി കയറില്ല. ഇതാവളോ എങ്ങനത്തെ വേണ്ട ആണോ? അത് മതിയോ? അല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കോ. വൈറ്റാ നമുക്ക് ബ്ലാക്കാ വേണ്ടിയേ? ഇത് 100. ബ്ലാക്കാ വേണ്ടി വൈറ്റ് വേണ്ട? ഇത് കിലോന് 600 രൂപ, കാക്കിലോ 150 രൂപ. ഇത് ഒരു പീസ് 60 രൂപ. 100 ഗ്രാം 100 ഗ്രാം അത് കാക്കിലോ 100 രൂപ. അത് ടേസ്റ്റ് ടേസ്റ്റ് കൂടില്ലേ? അനക്ക് ഏതാ വേണ്ടിച്ച് വാങ്ങിക്കോ. എത്ര പെട്ടിയാണോ? ആ അടിയത്ത് എങ്ങനെയുണ്ട്? പോരെ നമുക്ക് പിന്നെ പോകുമ്പോ വാങ്ങാം. ഇപ്പൊ അമ്മ വണ്ടി നിന്ന് വാങ്ങിയാ പോരെ. നല്ല അടിപൊളി മുട്ടായികളുണ്ട് കേട്ടോ. എനിക്ക് എല്ലാ ഭർത്താക്കന്മാരോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് നമ്മുടെ ഭാര്യമാര് നമ്മൾ രണ്ടാളും ടൂറ് പോകുമ്പോൾ പരസ്പരം ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഭാര്യമാരെ നല്ല വൃത്തിക്ക് എടുക്കും. ഈ ഭാര്യമാര് എന്ത് ചെയ്യും? ഭർത്താക്കന്മാർക്ക് കൗത്തുണ്ടാവില്ല, ചിലപ്പോ കാലുണ്ടാവില്ല, ചിലപ്പോ കണ്ണ് ചിലപ്പോ ഇങ്ങനെ
ആന്ന് പീരാന്ത് വരില്ല മനുഷ്യന്. അത് വരുമ്പോ ക്യാമറമാനായിട്ട് വരിക. നമ്മള് ചെക്കന്മാരൊപ്പം ടൂറ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓർക്ക ഒരു ഫോട്ടോ ഉണ്ടാവും. ഇവളൊപ്പം വന്നു കഴിഞ്ഞാൽ എനിക്ക് കൗത്തില്ല, ഒന്നിലേക്ക് കാലുണ്ടാവും, ഇത് ഇവിടുന്ന് ഉടലുണ്ടാവൂല. പഠിച്ചു വരിക. ഞാൻ നല്ല പഠിക്കല. ഊട്ടിയിൽ വരെ പെട്രോൾ അടിച്ചു വന്നിട്ട് എനിക്ക് കൗത്തും കാലും തലയൊന്നും ഇല്ല. ഓൾക്ക് ഇന്ന നേരം വൃത്തിക്ക് ഞാൻ എടുത്തു കൊടുക്കാം. ഓളെ ഞാൻ എടുത്ത ഫോട്ടോസ് ഞാൻ ഇതിലിട്ടാൽ ഓള് ഇഞ്ഞെടുത്ത ഫോട്ടോകളൊന്നും കണ്ടോക്കിട്ടോ. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ എടുക്കും. ചേർക്കേണ്ട ഈ കരച്ചിലും വരുന്നുണ്ട്. അവിടുന്ന് ഞാൻ എന്റെ വിചാരത്തൊക്കെ നല്ല ഫോട്ടോ വെച്ചിട്ട് ഇവിടെ കാറിൽ കയറി നോക്കുമ്പോ ഞാൻ ഒന്ന് ഇങ്ങനെ നിൽക്കണം. ഇനിയിപ്പോ അവിടെ പോയി എടുക്കാൻ പറ്റില്ല, ടിക്കറ്റിന് വീണ്ടും പൈസ കൊടുക്കണ്ടായി. നല്ല ആൾക്കാരാ. ഇതാണ് മക്കളെ ഊട്ടി. ഇപ്പുറത്തെ പെരയൊന്നും അപ്പുറത്തെ വീട്ടിലേക്ക് തുപ്പാൻ പറ്റില്ല. അത്രയും അടുത്ത് കൂടെ പെരകളാണ്. എന്തായാലും നല്ല വൈബാട്ടോ കാണാൻ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഒന്ന് വഴി തെറ്റി കാട്ടിൽ കൂടെ പോയി. പോകുമ്പോ നമ്മള് മസനഗുഡി മാറ്റി പിടിക്കണം അല്ലേ, നാടുകാണി. ഓക്കെ, ഇനി നമുക്ക് നേരെ വൈത്തിരി എത്താണ്ട്. വെള്ളപ്പോത്തിനെ കണ്ടുകള്, വെള്ളയും കറുപ്പും എല്ലാ പോത്തുകളും നിന്ന് മേയ്യ. പിന്നെ നമ്മളെ വണ്ടിയിൽ പിന്നെ പരത്തിട്ടൊരു പോത്തുണ്ട്. ഇതാണ് ഷൂട്ടിംഗ് പോയിന്റ് കേട്ടോ. ഷൂട്ടിംഗ് പോയിന്റ്